Question paper revision, chapter 14, oscillations, part 3. ആദ്യത്തെ question നോക്കുക. Motion of a simple pendulum is an example for simple harmonic motion. What do you mean by simple harmonic motion? Simple harmonic motion define ചെയ്യുക. ഇതാണ് motion that can be represented by sine function or cosine function or combination of two functions. ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഒരു മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അല്ലെങ്കിൽ ഇൻ എൻ SHM ഫോഴ്സ് ഓർ ആക്സലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സലറേഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ എന്തിന് ഓപ്പോസിറ്റ് ആണ്? ആ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. Or we can write f proportional to minus xt or a proportional to minus xt. അടുത്തത്, the acceleration due to gravity on the surface of moon is 1.7 meter per second square. അപ്പോൾ ജിയുടെ വാല്യൂ അറ്റ് മൂൺ തന്നിട്ടുണ്ട് 1.7 meter per second square. What is the time period of a simple pendulum on moon? If its time period on earth is 3.5 second. അപ്പോൾ ടിയുടെ വാല്യൂ 3.5 സെക്കൻഡ് ആണ്. എർത്തിലെങ്കിൽ മൂണിൽ എന്തായിരിക്കും പീരിയഡ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പീരിയഡ് കാണാനുള്ള ഫോർമുല അറിയാം. ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. മൂണിലാവുമ്പോൾ നമുക്ക് ഫോർമുല എങ്ങനെ എഴുതാം? ടി എം ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2π ക്യാൻസൽ ചെയ്യും, L ക്യാൻസൽ ചെയ്യും. അപ്പൊ T/Tm ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? √Gm/g എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ടി മൂണാണ് കാണേണ്ടത്. ടി മൂൺ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു √G/Gm ആണ് വരുന്നത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3.5 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജിയുടെ എർത്തിലെ വാല്യൂ എത്രയാണ്? 9.8 ആണ്. അതുപോലെ തന്നെ മൂണിലെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 1.7 ആണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 8.4 സെക്കൻഡ് ആണ്. അടുത്തത്, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഡിറൈവ് ഇറ്റ്. അപ്പോൾ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡെറിവേഷൻ ആണ്. ആ എക്സ്പ്രഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നമ്മൾ ഫിഗർ വരച്ചു. റെസ്റ്റോറിംഗ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു മൈനസ് mg sin θ ഈസ് ഈക്വൽ ടു മൈനസ് mg θ ഈസ് ഈക്വൽ ടു തീറ്റയ്ക്ക് പകരം നമ്മൾ S/L കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് കാണുന്നു? ആക്സലറേഷൻ കാണുന്നു. ഫോഴ്സ് ബൈ മാസ് ആണ്. അപ്പൊ m കട്ട് ചെയ്തു, -g/L ഇൻറ്റു S. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എ ഈസ് ഈക്വൽ ടു -ω²xt എന്ന് അറിയാം. അപ്പൊ ഈ അവസാനത്തെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ω² ഈസ് ഈക്വൽ ടു g/L അല്ലെങ്കിൽ ω ഈസ് ഈക്വൽ ടു √G/L. ഇനി ടി കാണുകയാണ്. ടി ഈസ് ഈക്വൽ ടു 2π/ω ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/g. നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. അടുത്തത്, the time period of simple pendulum with length L is measured in a lift descending with acceleration g/3 meter per second square is dash. അപ്പോൾ ടൈം പീരിയഡ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ലെങ്ത് L ആണ്. അതെന്ത് ചെയ്യാണ്? ഒരു ലിഫ്റ്റിൽ ഡിസെൻഡ് ചെയ്യാണ്, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ആക്സലറേഷൻ എത്രയാണ്? g/3. അങ്ങനെയാണെങ്കിൽ പീരിയഡ് എത്രയായിരിക്കുന്നതാണ്. ഇവിടെ 4 ചോയ്സ് വന്നിട്ടുണ്ട്. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഫസ്റ്റ് ചോയ്സ് 2π ഇൻറ്റു √3L/2g. അതെങ്ങനെ കിട്ടിയത് നോക്കാം നമുക്ക്. ഇപ്പൊ പീരിയഡ് കാണാനുള്ള ഇതാണ്. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/g ആണ്. ഇത് ലിഫ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഡിസെൻഡിങ് ആണ്. ഡിസെൻഡിങ് ആവുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? g-a ആണ് വരിക. ഇനി നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/g മൈനസ് എയുടെ വാല്യൂ ഇവിടെ തന്നിട്ട് എത്രയാണ്? g/3 എന്ന് തന്നിട്ട് g/3 കൊടുത്തു. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. 3g മൈനസ് g/3 എന്ന് വന്നു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്ന ഏതാണ്? 2π ഇൻറ്റു √3L/2g. അങ്ങനെയാണ് ഈ ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത്, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾസ് ആയിട്ടുള്ളത്? ആൻസർ ഇതാണ്. ആക്സലറേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവുന്നുണ്ട്, ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ട് ആക്സിലറന്റെ. അപ്പൊ അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത്. അടുത്ത കേസ്, ലിസ്റ്റ് എനി ടു കണ്ടീഷൻസ് ഫോർ എ മോഷൻ ഓഫ് എ ബോഡി ടു ബി സിമ്പിൾ ഹാർമോണിക്.
അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോഴ്സ് ഓർ ആക്സിലറേഷൻ is directly proportional to displacement and opposite to displacement, or F proportional to minus xt or A proportional to minus xt. അടുത്തത് an SHM is given by x is equal to 8 sin 2 pi t minus pi by 4. At which position will its kinetic energy become equal to potential energy? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ഏത് പൊസിഷനിലാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവുകയെന്ന്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല നമ്മൾ ഈ ഡെറിവേഷൻ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. K is equal to half m omega square into a square minus x square ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. ഇത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഹാഫ് എം ഒമേഗ സ്ക്വയർ രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടി. അതിൽ നിന്ന് 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷനിൽ 8 ആണ് ആംപ്ലിറ്റ്യൂഡ് വന്നത്, 8 ആണ്. എ സൈൻ ഒമേഗ ടി എന്നുള്ള വരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ ആണ് 8 വരുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 8 ബൈ റൂട്ട് 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് 5.62 ആണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്.